ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തി ഗായ്സ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആക്ച്വലി എന്തിനാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്. യെസ്, ഐഷുവിന് ബർത്ത്ഡേ സസ്പെൻസ് കൊടുക്കാനാണ്. ആക്ച്വലി അവൾക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇന്നലെ നൈറ്റും കൂടെ അമ്മേനെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും പരിഭവവും പരാതിയൊക്കെ ആയിരുന്നു അവൾ. അപ്പം ഞാനിവിടെ വന്നത് എന്നെ ഇന്നലെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ വിളിക്കരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കാരണം ട്രെയിനിലാണല്ലോ ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് 3:30 പുലർച്ചെ 3:30 എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഗൈസ് കട്ട പോസ്റ്റാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇന്നലെ നന്ദു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ജിമ്മിന്ന് ലീവാണ്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ പെട്ട്, ഞാൻ ജിമ്മിൽ പോയി സസ്പെൻസ് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഓൾറെഡി ട്രെയിനറല്ലേ. അപ്പോൾ അവൾ 11 മണി വരെ രാവിലെ ജിമ്മിലായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഈ സമയത്തും രാവിലെ ഒരു 7:30 ആകുമ്പോൾ അവിടെ എത്തി കേക്കൊക്കെ കട്ട് ചെയ്യാനായിരുന്നു പ്ലാന്. അപ്പോൾ അവൻ പറഞ്ഞു അവന് എന്തോ ഒരു മീറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ജിമ്മിന് ലീവ് കൊടുത്താന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ 3:30 ആകുമ്പോൾ ഇവിടെ എത്തുള്ളൂ. ഞാൻ ഇവിടുന്ന് ഒരു റെസ്റ്റ് എടുത്ത് നേരമൊക്കെ വെളുത്ത് ഒരു 5 മണി 6 മണിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി എവിടെയും കയറി ഫ്രഷൊക്കെ ആയി ഞാൻ അങ്ങോട്ട് നേരെ വരാം. അപ്പോൾ ഓൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ സേഫല്ല, അവൻ പിക്ക് ചെയ്യാൻ വരാം. അവന് ഞാൻ ട്രെയിനിൽ നിന്ന് അരമണിക്കൂർ മുന്നേ വിളിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ മുന്നേ ഞാൻ അടിക്കുന്നുണ്ടാവും, എന്നിട്ട് അവൻ എടുക്കുന്നില്ല കൈസ്. അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും പാവം. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇവിടെ ഇരിക്കാം. ഓക്കെ, നമ്മൾ നല്ല ലൈറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല ലേഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമ്മൾ അവൻ വരുന്നവരെ ഇവിടെ ഇരിക്കുമെന്നുള്ളതാണ് അടുത്ത ടാസ്ക് സത്യം പറഞ്ഞാൽ. ഇവിടെ ആണെങ്കിൽ നമ്മളെ വർക്കല സ്റ്റേഷനിൽ ഒരു ചായ പോയിട്ട് ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ഷോപ്പ് പോലും ഇവിടെ ഒന്നും കാണാനില്ല. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ട്രെയിനിൽ നിന്ന് വാഷ്റൂമിലൊക്കെ പോയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഇനി എന്തായാലും അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ. എന്നിട്ട് അവൻ്റെ കൂടെ നമ്മൾ നേരെ ജിമ്മിലോട്ടായിരിക്കും ഫസ്റ്റ് പോവുക. ഞാൻ ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്രഷും കാര്യങ്ങളൊക്കെ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും. സോ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ വ്ളോഗിൽ വാച്ച് ചെയ്യാം ഗൈസ്. അങ്ങനെ നീണ്ട ഒരു 2-3 മണിക്കൂറിന് ശേഷം നന്ദു പുറത്തെത്തിയെന്ന് പറഞ്ഞ് കോൾ ചെയ്തിട്ടുണ്ട്. 3:30 വന്നെന്നാണ്, 4:30 5:30 ആയി. അപ്പം നമുക്കിനി പുറത്തേക്ക് പോവാം അവൻ്റെ അടുത്തേക്ക്. സത്യം പറഞ്ഞാൽ ഞാനായതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ കട്ട പോസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ കളിക്കുക ഗൈസ്. നമ്മളിപ്പോൾ ഇതാ കോർസാക്ക് ജിമ്മിലെത്തി. ഐശ്വര്യമുള്ള കേക്ക് ഞാൻ ഇന്നലെ തന്നെ നന്ദുവിനോട് മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമയത്ത് കേക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ പോസിബിളല്ല. നമുക്ക് ജിമ്മിൻ്റെ അകത്തേക്ക് കയറാം ഗൈസ്. ഓള് വരുമ്പോഴത്തേക്ക് കേക്ക് സെറ്റാക്കണം, എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഡ്രസ്സൊക്കെ മാറ്റണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ഐശ്വര്യന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് എങ്ങനെ പറയണമെന്നല്ല, കാരണം ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ വരും എന്നുള്ള കാര്യത്തിൽ. അമ്മയും അച്ഛനും വരില്ല എന്നുള്ള ഷുവറാണ്. അവൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവളെന്നെ വിളിച്ചില്ല ഇന്നലെ, അവരെ വിളിച്ച്. അപ്പം എന്നെ അങ്ങനെ ഡെയിലി വിളിക്കലുമില്ല. നമ്മളെപ്പോഴും മെസ്സേജ് അയക്കുന്നതിനോ ഡെയിലി കോൾ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യം. ഞാൻ ഇന്നലെ വിളിക്കല്ലേ എന്ന് ട്രെയിനിലിരുന്ന് ഇങ്ങനെ, കാരണം എടുക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ, എടുത്തില്ല നമുക്ക് ഡൗട്ട് അടിക്കും കേസ്. അതുകൊണ്ട് ഓളെന്നെ വിളിച്ചില്ല, അതുകൊണ്ട് കഴിച്ചില്ലായി. പക്ഷേ നമുക്ക് കേക്കൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന് ഫ്രഷായി റെഡിയൊക്കെ ആയി. ഇവിടെ ഓൾറെഡി ഐശ്വര്യമുള്ള കേക്ക് ഇവിടെ റെഡിയാക്കി കാണിച്ചു തരാം. റെഡ് വെൽവെറ്റ് കേക്കാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഐഷു എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇനി ഓള് തരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഓളോട് അവൻ പറഞ്ഞു, നമ്മളിപ്പോൾ ജിമ്മിലാണല്ലോ കേട്ടോ, അത് പറയാൻ പറഞ്ഞു. ഓളോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് ജിമ്മൊന്ന് വന്ന് ഓപ്പൺ ചെയ്തിടണം. ജിം ഓൾറെഡി ലീവാണ്, കാരണം മെയിൻ്റെനൻസിൻ്റെ ആൾക്കാർ വരുന്ന ഓപ്പൺ ചെയ്തിടണം ട്രെയിനറായതുകൊണ്ട്. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എത്തുമെന്ന് ആൾക്കാർ നമ്മൾ പോസ്റ്റ് ആവുമെന്ന് അറിയില്ല. ഇപ്പോൾ വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. എന്നാലും ഇത് വെയിറ്റ് ചെയ്യാം. Very happy returns of today. കരഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഈ കരയില്ല അയ്യോ കരയല്ലേ എന്തിനാ കരയുന്നതിനാ വന്നില്ലേ ഗൈസ്. ഐശു കരയുന്നു ഗൈസ്. ഇത്രയേ ഉള്ളൂ. നല്ല സ്പോർട്സ് കെയർ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഗൈസ്, ഒരാൾ ചീഞ്ഞ് രാവിലെ തന്നെ പിറന്നാളായിട്ട്
രാത്രി എപ്പോഴാണ് രാത്രി കേക്ക് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ് ഇത് കാണാൻ ഗൈസ് കഷ്ടപ്പെട്ട് 2-3 ട്രെയിനൊക്കെ മാറി കയറിയത് അടുത്തേക്ക് വന്നു. ഞാൻ 2 ദിവസം മുന്നേ വിളിച്ച് പ്ലാൻ ആക്കിച്ചു. വിളിച്ചു Happy birthday to you. Happy birthday to you. Happy birthday to you, dear Aishu. Happy birthday to you. Actually, I'm going to ചോദിച്ചൊരു സാധനം ചോദിച്ചാൽ പോകുന്നതിന് തലേന്ന് അങ്ങനെ പൊട്ടിക്കുന്ന വിചാരിച്ചു. കളിത്താൻ ടിഷ്യൂ ടിഷ്യൂ ഞാനാണല്ലോ പൊതിഞ്ഞു കത്തിക്ക് പൊതിഞ്ഞില്ലല്ലോ. ഫൈനലി ഈ പാട്ട് കേട്ട് വളരണം മോളെ. സാധാരണ നല്ലൊരു കളിച്ച് വളരണേന്ന് പറയും, ഞാൻ നേരെ തിരിച്ച് പാട്ട് കേട്ട് വളരണം. ഗൈസ്, അപ്പം അവൾക്ക് ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൊടുത്തുവിടാൻ തന്നതാണ്. ഞാനത് ഓൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കൊടുക്കുകയാണ് ഗൈസ്. ഓപ്പൺ ചെയ്തോ. അല്ല ഇത് നന്ദനം എടുത്ത് പൊട്ടിച്ച് ഈ സാധനം നല്ല രസമുണ്ട്. ശരിക്കും ഇഷ്ടമായി. താങ്ക് യു പറഞ്ഞു. താങ്ക് യു. ഞെട്ടിപ്പോയി. ഞാൻ രാവിലെ എന്തൊക്കെയോ സങ്കടം ഉണ്ടേനുള്ളിൽ, അപ്പം ഭയങ്കര ഇത് കരഞ്ഞു. അത് കഴിഞ്ഞ് അന്നേരം കരച്ചിൽ മാറാൻ പോയി എണീച്ച് കുളിച്ച് വന്നപ്പോഴേക്ക് സമയമായി. ജിമ്മ് തുറക്കണം എന്ന് പറഞ്ഞു. ജിമ്മ് തുറന്നിടാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരാളെ എൻട്രി. അമ്പലത്തിൽ പോകാനൊക്കെ റെഡിയായി മുപ്പത്തി വന്നേ ജിമ്മ് തുറന്നിടാൻ വേണ്ടി. ഞങ്ങൾ ജിമ്മ് തുറന്ന് ഇടിയിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി സസ്പെൻസ് കൊടുത്താൽ എന്തായാലും അത് എൻ്റെ കരച്ചിൽ അതെന്തായാലും എന്തായാലും പാളിപ്പോയില്ല. കാരണം ഞാൻ എപ്പോൾ ആർക്ക് സസ്പെൻസ് കൊടുത്താലും അതെങ്ങനെയെങ്കിലും പാളിപ്പോവും. പക്ഷേ ഇത് പാളിപ്പോയതേ ഇല്ല ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നടത്തും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിളയും കൂട്ടുമ്പോൾ അമ്പലത്തിൽ പോകണം. എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ പോവും, നേരെ തൊഴും, അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഗൈസ് അങ്ങനെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ ഹോസ്റ്റലിലോട്ട് നടക്കുകയാണ്. നമ്മൾ ബാക്കി കേക്ക് ഹോസ്റ്റലിൽ കൊടുക്കണം. പിന്നെ ഇവിടെ കൂടെ ഒരു ഫ്രണ്ട് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൂട്ടി അമ്പലത്തിൽ കയറിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഇവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഇവിടെ നമ്മൾ നേരെ ഇപ്പോൾ രാവിലെ ഒരു 8 മണി 8:30 അല്ലേ ആ ഒരു ടൈമായിട്ടുള്ളൂ. നമ്മൾ 2 പേരും ചായ കുടിച്ചില്ല. ഈ ലൊക്കേഷൻ എന്തായാലും ചായ കുടിക്കില്ല ഞാൻ ഉറപ്പിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം മെയിനിലോട്ട് പോവാണ്. ഇപ്പോൾ വർക്കലയാണ് ഉള്ളത്. ട്രിവാൻഡ്രം മെയിനിൽ പോയിട്ട് നമുക്ക് ലുലുവിൽ കയറാനാണ് പ്ലാന്. അപ്പം നമ്മളിപ്പോൾ ലുലുവിലോട്ടാണ് പോകുന്നത് ഗൈസ്. നമുക്ക് ലുലുവിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. ഇവിടെ വന്നപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇവർക്ക് പൊടിക്കാൻ വട മാത്രമാണ്. വട എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കും വടയുടെ മുന്നേ കിടന്നിട്ട് അത്രക്കും ഭ്രാന്താണ്. പക്ഷേ ഞാനൊരു നെയ് റോസ്റ്റും പറഞ്ഞ ടേസ്റ്റ് വെയിറ്റിംഗ് ആണ്. ചിക്കൻ ടേസ്റ്റ്
ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ലുലു മോളിലെത്തി ഗൈസ്. മാക്സിമം എനിക്ക് തോന്നുന്നു 2 വർഷമായി ലുലു മോളിൽ. 2 വർഷം മുന്നേ ആണ് ഞാൻ ലുലു മോളിൽ വന്നത്. പക്ഷെ അതിലും കുറേ ചേഞ്ച് വന്നു. ഗൈസ് ഐഷു ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ? ഓളെന്താ കറുത്തിരിക്കുക? എല്ലാവരും ഒറിജിനൽ കളറാണ് മോളെ അതിൻ്റെ അകത്ത് വരിക. ഓള് പറയാ ഈ വരണ്ടി ഇല്ലേന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് തോന്നുന്നത് അല്ലേ? ആക്കി പോയപ്പോൾ അതിന് സങ്കടമൊക്കെ തീർന്നില്ല. പിന്നെ ഇനി ഇവർ വന്നിനെ കണ്ടുപോകുമ്പോൾ ഇനി സങ്കടം. ഇവരെന്ന് പറയാനോ ഞാനല്ലുള്ളൂ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് കറങ്ങട്ടെ. ഇവിടെ കൂടുതലുണ്ട്. പക്ഷെ എന്താ അറിയോ, ഞാൻ ഇവിടെ ഇല്ലേ ഗോകുലം മോളിലെ ഇവരൊക്കെ ഡ്രസ്സിന് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ടൈം അല്ല അവിടെ വരുന്നത്? അല്ല, രണ്ടാമത്താണ് കളിക്ക് വന്നപ്പോൾ ഞാൻ വലിയ സംഭവന്മാർ ഇവിടെ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ വെച്ച് കൂട്ടിക്കൊണ്ടോന്നൊക്കെ. പക്ഷെ അന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റില്ല. ഒരു ടൈം വെച്ച് ടൈമർ പോലെ ഇന്ന ടൈമിലുള്ള പ്ലേയേഴ്സ് എല്ലാം കൂടെ താഴെ എത്തണം. അതുവരെ എവിടെ വേണമെങ്കിൽ കറങ്ങിക്കോന്ന് പറയും. അപ്പോൾ വലിയ ഇതിൽ ചുറ്റാനൊന്നും പറ്റില്ല. ഇത് വാഷ്റൂം പോകാൻ മുട്ടിപ്പോയി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴേക്ക് അത്രയും നേരം നമ്മൾ ബസ്സിൽ ഇരുന്നുണ്ട്. വർക്കലേന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 അവറിൻ്റെ അല്ലേ, 1 അവറോളം നമ്മൾ ബസ്സിൽ ഇരുന്നുണ്ട്. നല്ല ദൂരം ഉണ്ട് അവിടെ നിന്ന് പോയിട്ട്. ഞാൻ നിൽക്കുന്ന ആറ്റിങ്ങൽ. യാ ഗൈസ് യാ. ഗൈസ് 50% ഓഫാ സെയിൽ നടത്തുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. താഴെ നമ്പർ കൊടുക്കുന്നതാണ്. ൊന്നും ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല. ഞങ്ങൾ വന്ന വഴി മാറിപ്പോയോ എന്ന്. ചിലപ്പം ഈവനിങ് മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആരുമില്ലാതെ. ഇവിടെ ഫുൾ കാലിയാണ് ഗൈസ്. ഗൈസ് നമ്മൾ എത്തി സ്റ്റുഡിയോയിലെത്തി ലാസ്റ്റ്. പ്രതിമ സെയിലിന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കയറി വെക്കാൻ നമുക്ക് നോക്കി നോക്കാം നീ എടുക്കാൻ പറ്റിയ. ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലേക്ക് കയറുകയാണ്. മൊത്തം നമ്മൾ കറങ്ങി ഗെയിംസ് ഉണ്ട്. ഗെയിംസ് കയറണോ? ഗെയിംസ് കയറാൻ പറ്റിയ പ്രായമാണല്ലോ ഗൈസ്. അതുകൊണ്ട് ഗെയിംസ് കയറണം. നമുക്ക് കോഫി കുടിക്കാനൊരു മോഹം. നമ്മൾ കോഫി കുടിക്കാൻ എന്തായാലും ഫുഡ് നല്ലോണം തട്ടും. നമുക്ക് അതിൻ്റെ മുന്നിൽ കോഫി കുടിക്കാൻ കഴിച്ച് വന്നാൽ ഗൈസ് ഐഷുവിനോട് ഞാൻ മലയാളത്തിൽ ചോദിച്ചു എന്താ വേണ്ട, എൻ്റെ പിറന്നാളല്ലേ എന്ത് പറഞ്ഞാലും ഇത് വാങ്ങിത്തരാം. പക്ഷെ ഓളെ കേൾക്കുന്നില്ല ഗൈസ്. ഓളൊന്നും വേണ്ട അപ്പം നമ്മൾ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട എന്നുള്ള തീരുമാനം ഞാനും എടുത്തിരിക്കുന്നു. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ പറയാം. എന്നാൽ നമുക്ക് അത് വാങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു ബർഗർ വാങ്ങാമെന്നത്. അപ്പം മിണ്ടാണ്ട് നിൽക്കും ഇതേപോലെ ഗൈസ്. ഗൈസ് ഇതൊക്കെ കണ്ടിട്ട് നാവുമെന്ന് വെള്ളം വരുന്നു. ഉപ്പിലിട്ടാണോ വാങ്ങിക്കോ? ഏതെടുക്കണം എന്ന് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫുഡ് കോർട്ട് ബാക്കിൽ ഹൈപ്പറിലെ ഫുഡ് കോർട്ട് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. എന്തൊക്കെയോ ടൈപ്പ് ഓഫ് ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. ഏതാ വാങ്ങും? ഇവിടെ ഒരു വൈറ്റ് മിക്സ് ഉണ്ടെങ്കിൽ പണ്ട് കഴിച്ചാൽ നല്ല അടിപൊളി. ഞാൻ എന്താ അതിൻ്റെ പേര് ഓർമ്മ. ഗൈസ് അങ്ങനെ നമുക്ക് വായിൽ വെള്ളം വന്ന് അവസാനം ബില്ലെടുത്തൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഒരുത്തി അവിടെ തന്നെ ഉണ്ട് ബില്ല്. ഇത് ലാസ്റ്റാണ് ബില്ല് കൊടുക്കേണ്ടത്. ഓൾ അവിടെ തന്നെ ഉണ്ട് ബില്ല് കൊടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട എന്താ നീ പറയാ പൈനാപ്പിളാണ് വാങ്ങിയത് ഗൈസ്. ഇനി ഞാൻ എനക്കൊരു സാധനം വാങ്ങണം, അത് തപ്പി നടക്കണം. ഞാൻ നീ ആ സൈഡിൽ നിന്ന് വരുന്നത് കറക്റ്റ് കാണുന്നുണ്ട്, പക്ഷെ എവിടുന്നാന്ന് മനസ്സിലാവില്ല ഗൈസ്. ഒരു കുട്ടി ഒരു ജ്യൂസിൻ്റെ കുപ്പി എടുത്തിനും അത് ഞാൻ എപ്പോഴും ഗോകുലത്തിലൊക്കെ പോയാലും വാങ്ങുന്നതാണ്. പക്ഷെ അത് എവിടുന്നാന്ന് മനസ്സിലാവുന്നില്ല. ഫൈനലി നമുക്ക് ആ കുട്ടീനെ കാണിച്ചു തന്നു ഗൈസ്. ആ കുട്ടീനെ തപ്പി നടക്കലേ.
ക്യാഷ്. ടിഷ്യൂ പൊള്ളിച്ചത്. അങ്ങനെ കൈ നിറയെ നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങി. നമ്മൾ അതാണ് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് അപ്പം പൊട്ടിച്ച് കുടിക്കാൻ തോന്നും. പക്ഷേ ഇത് ഫുൾ ബില്ലടിച്ചതിനെ തൊടാൻ പറ്റുള്ളൂ. ഞാൻ മുകളിൽ കൊണ്ടുപോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസ് വാങ്ങി എന്ന് പറഞ്ഞു കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഫ്രണ്ടാണ് അപ്പുറം ഇരിക്കുന്നത്. മടിയായിട്ടാണ് ശരിയായിട്ട് മുന്നിൽ വരാത്തത്. നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വാങ്ങി പറഞ്ഞാൽ നമ്മൾ മീൻ പൊള്ളിച്ചത്, വാഴയിലയിൽ പൊള്ളിച്ചത്, പിന്നെ നല്ല ബദാം ഷേക്ക് വാങ്ങിയിട്ട്, ബദാം മിൽക്ക്, പിന്നെ ഒരു പുലിട്ട് ഐറ്റം വാങ്ങിയിട്ട്, പിന്നെ മയോണൈസ് റൈസ്, അത് വീട്ടിൽ പരിപാടി. പിന്നെ നമ്മൾ മന്തി വാങ്ങിയിട്ടുണ്ട്. മന്തി നിങ്ങൾക്ക് അറിയാം, എണ്ണ അറിയുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് അറിയാം മന്തി ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിയ ചെയ്ത് നമുക്ക് കഴിക്കാം. ബദാം തടിയിൽ സ്വർഗം. ഈ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല. ഞാൻ പോകുമ്പോൾ 2 കൂടെ വാങ്ങി വെക്കും. വേറെ ലെവൽ കഴിച്ചിട്ടാണ്. ഫസ്റ്റ് മീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ട് നോക്കട്ടെ. അതൊന്നും കിട്ടുന്നുണ്ടായില്ല. ആർക്കും ഒന്ന് ഭ്രാന്തായത്. അത് ലാസ്റ്റ് കഴിക്കാൻ പറഞ്ഞത് ക്ഷമല്ലേ. വലിയ ടേസ്റ്റ് ഇല്ല. മീൻ പൊള്ളിച്ചത് വലിയ ഹൈപ്പ് തോന്നിച്ചിട്ടെടുത്തതാണ്. ഉള്ള അല്ലേൻ്റെ ഹൈപ്പിനകത്ത് ഉണ്ടോയെന്ന് ഞാൻ ഇപ്പോൾ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു. നല്ല ചൂടുണ്ട്. പക്ഷേ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ആ ബദാം ജ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചു ഒരു 2-3 ബദാം ജ്യൂസിൻ്റെ ബോട്ടിലും കൂടെ പോയി വാങ്ങിക്കണം. അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ പരമ ബോറും ക്ഷീണമായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ജ്യൂസ് വാങ്ങി വന്നിരിക്കാം. പിന്നെ റെസ്റ്റാണ്. ടേക്ക് റെസ്റ്റ് ഗൈസ്. അപ്പം നമ്മളിതാ ഇതേപോലത്തെ ഒരു കേക്ക് എടുത്ത് നമ്മൾ വെറുതെ നുണയാൻ വേണ്ടിയിട്ട് ഏത് വാങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. വൈറ്റ് എടുക്കണോ റെഡ് വേണോ? റെഡ് രാവിലെ കഴിച്ചല്ലേ. കേക്കിൻ്റെ ക്രേവിങ്സ് പിന്നെ വന്നു. എന്നാ റെഡ് എടുത്തോ. പക്ഷെ റെഡ് രാവിലെ കഴിച്ചാൽ വൈറ്റ് മതി. വൈറ്റ് എടുക്കാം. എന്നൊരു ഹണിയുടെ കേക്ക് എടുക്കാം. പക്ഷെ അത് വരെ ഹണി കേക്ക് ട്രൈ ചെയ്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ കേക്ക് ട്രൈ ചെയ്യണം. നശിപ്പിക്കല്ലേ ഡോറ്. ഒരു ഹണി എടുക്കണം. ടേസ്റ്റ് ഉണ്ടാവും. കട്ടെ ഇതേതായി മിൽക്കിൻ്റെ ബദാം ഏതാണ്? ചിക്കുവോ? അതേതാ? അത് ആ മിൽക്ക്, ആ പച്ച മിൽക്കിൻ്റെ അതല്ലതാ ബദാം. അത് മതിയോ? ഇതെന്താ? അത് ക്യാഷ്യൂനട്ട്. ഒരു ക്യാഷ്യൂനട്ട് വേണോ? അത് നമ്മൾ ജ്യൂസും വാങ്ങിയിട്ട് നമ്മളതിനോട് ഷുഗർ വേണം. ഗൈസ്, അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹണി കേക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഹണി കേക്ക് ട്രൈ ചെയ്യാം. താഴെ പോയിട്ട് എടുക്കും. ഇതിപ്പോൾ നമ്മൾ നിലത്ത് വീട്ടിടും. എന്നിട്ട് നമ്മൾ തിന്നും. So excited guys. വെറുതെ അല്ല guys.
ഗൈസ് അപ്പം നമ്മൾ മാളിൽ PVR മൂവി കാണാൻ വേണ്ടി കയറാമെന്ന് ചോദിച്ചു. ഇനിയും ടൈം കുറേ ബാക്കിയുണ്ട്, കാരണം എനിക്ക് 8:30-ക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ 2 മണിയായിപ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു മൂവിക്ക് കയറാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണെങ്കിൽ ഭയങ്കര ക്യൂ ആണ്. ഞാൻ ഇവിടെ നിൽക്കുക ഗൈസ്, ക്യൂവിൻ്റെ ബാക്കിൽ അവസ്ഥാനന്തരാണ്. എന്തായാലും നമുക്ക് എടുക്കണം. ഗൈസ് അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറാൻ പോവാണ് ഗൈസ്. സിനിമ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഞങ്ങൾ ധ്യാൻ ശ്രീനിവാസൻ്റെ പടത്തിനിരുന്ന് കയറി സിന്ദഗി. ഇപ്പം ഇൻ്റർവെല്ല് വരെയുള്ള അഭിപ്രായം എന്താ പറയും? വളരെ പരിതാപകരമാണ് ഗൈസ്, പരിതാപകരം. അയ്യോ എന്താ പറയണ്ടത്, കയറണ്ടില്ലേന്നായിപ്പോയി സത്യം പറഞ്ഞാൽ. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് കാണാം, അതെങ്ങനെ നോക്കി ലാസ്റ്റ് റിവ്യൂ പറയാം ഗൈസ്. സ്റ്റാർട്ടായി ഗൈസ്. അങ്ങനെ ഫിലിം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ച് ത്രില്ലിങ് പോലെ ഫസ്റ്റ് ഹാഫ് പരമ ബോറിങ് ഗൈസ്. പക്ഷെ അഡ്ജസ്റ്റ് പണിക്കണം. നല്ലതല്ല, ജസ്റ്റ് കോമഡി ഒക്കെ ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട്. അതെ. ഫുൾ കേക്ക് കൊണ്ടുള്ള അഭിഷേകം തന്നെ. മെൽറ്റായി പോയി, ആ തണുപ്പ് പോയിണ്ടാവല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഗോകുലമാളിൽ പുറത്തോട്ട് ഇറങ്ങി. ഗൈസ് ഗോകുലമാളിൽ നമ്മൾ പുറത്തിറങ്ങി. ഗൈസ് ആദ്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഗോകുലമാളിന്നായി പോയി പറഞ്ഞത്, കാരണം നമ്മളെപ്പോഴും കോഴിക്കോട് ഗോകുലത്ത് പോയി നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ലുലുവിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി ഇനി ഇവിടെ അവിടെ കൊണ്ടാക്കണം. ഇപ്പോൾ ടൈം ഒരു 5 മണിക്ക്, എനിക്ക് 8:30-ക്കാണ് ട്രെയിൻ. അപ്പോൾ അവിടെ പോയി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ഡ്രസ്സ് ചേഞ്ച് ആയിട്ട് ഇറങ്ങണം. അപ്പം നമ്മളിവിടെ അവിടെ തന്നെ സേഫായിട്ട് എത്തിക്കണം ഗൈസ്. അതോടെ എൻ്റെ അന്നത്തെ ദൗത്യം കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്. ബസ്സിന് വേണ്ടി ആ കട്ട വെയിറ്റിനാണ് ബസ് വരാൻ വേണ്ടി. സോ ഗൈസ്, അപ്പം നമ്മളിതാ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. ഇപ്പം സമയം ഏകദേശം 7 മണിയാവാൻ പോവാണ്. എനിക്ക് 8:30-ക്കാണ് ട്രിവാൻഡ്രം മെയിൻ ട്രെയിൻ വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് വർക്കല സ്റ്റേഷൻ ഇവിടെ അടുത്ത അരമണിക്കൂറുള്ള, മറ്റേത് 36 കിലോമീറ്റർ പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ വർക്കലയിൽ നിന്ന് കയറാം. പക്ഷെ വർക്കല 1 മിനിറ്റ് നിർത്തുള്ളൂ, നമ്മൾ ഓടിക്കയറണം. ടാസ്ക്കാണ് ഗൈസ്. അപ്പം ഞാൻ പോയി വരാം. ഓടുമ്പോൾ പറയാം, ഈ വന്ന സന്തോഷം പോകുമ്പോൾ ഇല്ല, അതൊക്കെ ഭയങ്കര സങ്കടമാവുന്നു പോകുമ്പോൾ എന്നുള്ളത്. ഞാൻ വന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ട്രെയിനിൽ കംഫർട്ടായിട്ട് ഫീലാകും മറ്റേതിനേക്കാളും. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഞാൻ നേരെ പോകും, എന്തെങ്കിലും വാങ്ങി കഴിക്കും, നേരെ ട്രെയിൻ കയറും. AC ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ നാട്ടിൽ മോർണിംഗ് എത്തും. ആ ഒരു ലെവലാണ്. അതൊന്നും പിന്നെ വ്ളോഗിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കറിയാമല്ലോ. ഇന്നലത്തെ വ്ളോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.